ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ കിടിലം ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റുന്ന പനീർ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് പറ്റും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ മേടിക്കുന്ന ആ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പനീർ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 200 ഗ്രാം പനീറാണ് കേട്ടോ. നമ്മൾ ക്യൂബ്സായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കായിട്ടൊരു പേസ്റ്റ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ചെറിയ ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണെങ്കിലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 2 വറ്റൽമുളക് ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് നേരത്തെ കുതിർത്ത് വെച്ചതാണ്. പിന്നെ 4 ടേബിൾ സ്പൂൺ തൈരും 5 കാഷ്നട്ടും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളെല്ലാം നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കായിട്ട് പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിൽ ഇടണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കരുത്, പനീർ നല്ല ഹാർഡായി പോവും. ഇപ്പോൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പനീറെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സെയിം പാനിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാം. വെളിച്ചെണ്ണ ചൂട് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കായിട്ട് സ്പൈസസ് ചേർക്കാം. ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്പൈസസ് എല്ലാം നല്ലപോലെ തന്നെ ചൂട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്കായിട്ട് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കായിട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നമുക്കിതിലേക്കായിട്ട് അരച്ചിട്ടുള്ള പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പേസ്റ്റിൻ്റെ എല്ലാം പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്കായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്കായിട്ട് പനീർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് തീ സിമ്മിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം കേട്ടോ. നമ്മൾ തീ കൂട്ടി വെക്കാൻ പാടില്ല. ഇപ്പോൾ 10 മിനിറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പനീർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ കിടിലം ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റുന്ന പനീർ മസാല ഇവിടെ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ മേടിക്കുന്ന ആ സെയിം ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. നമുക്ക് വേറൊരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതെല്ലാവർക്കും അസ്സലാമു അലൈക്കും.